കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. വന്ധ്യതയ്ക്ക് പ്രായം ഒരു ഘടകമാണോ? നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യമായി പോയി. പെയിൻഫുൾ ആണോ? ഇല്ല, SSG അത്ര പെയിൻഫുൾ അല്ല. പക്ഷെ നമ്മൾ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. ട്യൂബിന്റെ എൻഡിലാണ് ഓവറി ഇരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ എഗ് റിലീസ് ആവുന്നത്. ഹസ്ബൻഡിന്റെ സ്പേമിന്റെ അതും ബേസിക് ടെസ്റ്റ് അതും ആണ്. ബേസിക് എല്ലാവരും എല്ലാരും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം അതിൻ്റെ അടുത്തൊരു കപ്പിള് വരികയാണ്, അവർ കൺസീവ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ട്രൈ ചെയ്തു കൺസീവ് ആവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ ബേസിക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. പിന്നെ നമ്മളൊരു ബേസ് ലൈൻ സ്കാനും ചെയ്യും. ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഓക്കെ, നമ്മുടെ ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തൈറോയിഡ്, ഓക്കെ, തൈറോയിഡിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺസീവ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ തൈറോയിഡിന്റെ ഇവാലുവേഷൻ TFT, ഓക്കെ, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ സിറോളജി ചെയ്യും. സിറോളജി എന്ന് പറയുമ്പോൾ ഈ HIV, HBsAg, HCV അല്ലെങ്കിൽ സിഫിലിസിന്റെ VDRL, ഈ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യും. പിന്നെ ഷുഗർ, ഓക്കെ, ഒന്നെങ്കിൽ ഫാസ്റ്റിംഗിൽ ചെയ്യാം അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ ആയാലും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു ബേസ് ലൈൻ സ്കാൻ ആണ്. ബേസ് ലൈൻ സ്കാനിൽ നമ്മുടെ ഓവറീസും യൂട്രസിനകത്തും വേറെ അബ്നോർമൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസ് ലൈൻ സ്കാൻ. ഡെപ്ത് ആയിട്ടല്ല, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു ഓവർവ്യൂ. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഈ യൂട്രസിനകത്തോ ഓവറിനകത്തോ ഉള്ള എന്തെങ്കിലും സ്ട്രക്ചറൽ, അതെ, സ്ട്രക്ചറിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് നോക്കും. ഇതാണ് നമ്മൾ ഈ സ്കാൻ എന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സ്കാൻ വൈഫിനായിരിക്കും കപ്പിൾ ചെയ്യുന്നത്. മറ്റേ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ രണ്ടുപേർക്കും ചെയ്യും, ഹസ്ബൻഡിനും ചെയ്യും വൈഫിനും ചെയ്യും. രണ്ടുപേരെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ ഹസ്ബൻഡിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ സെമൻ അനാലിസിസ്, ഹസ്ബൻഡിന്റെ സ്പേമിന്റെ, അതും ബേസിക് ടെസ്റ്റ്, അതും എല്ലാരും ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഹസ്ബൻഡ് നമ്മൾ പക്ഷെ സെമൻ അനാലിസിസ് ചെയ്യാൻ പറയുമ്പോൾ അവരുടെ ഈഗോ എന്തോ ഹേർട്ട് ആവും, അവർക്ക് വിഷം, പെട്ടെന്നൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തന്നെ ഇതിന് വരാനും മടിയാണ്. അപ്പം പക്ഷെ എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യം സെമൻ അനാലിസിസ് ബേസിക് ടെസ്റ്റ്, കുറ്റം കണ്ടുപിടിക്കാനല്ല. അതെ, ജസ്റ്റ് വേറെ ഒന്നും ഇരിക്കണോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലേന്ന്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എപ്പോഴും ഒരിക്കൽ സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല. അപ്പൊ അതിൽ എപ്പോഴും ടൈംലി ആയിട്ട് നമ്മൾ ആർക്കാണോ പ്രശ്നം അത് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വേഗം നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബേസിക് ടെസ്റ്റ്. പിന്നെ നമ്മൾ സ്ത്രീകളിൽ വേറൊരു ടെസ്റ്റ് ചെയ്യുന്നതാണ് AMH, ആന്റി മുലേറിയൻ ഹോർമോൺ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവറിയിൽ എത്ര റിസർവ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഇത് AMHO ഈ പറയുന്ന വാല്യൂസോ ഒക്കെ നോർമൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫെർട്ടൈൽ ആണ് എന്നൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം നോർമൽ ആയിട്ട് വരികയാണ്. ഇതൊക്കെ നോർമൽ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺസീവ് ചെയ്യാം. ചിലപ്പോൾ ഇതെല്ലാം നോർമൽ ആയിട്ടും കൺസീവ് ചെയ്യാതിരിക്കാൻ വരാം. അപ്പോഴാണ് വേറെ ഫർദർ ടെസ്റ്റിലോട്ടൊക്കെ നമ്മൾ പോകേണ്ടത്. ഇപ്പം അതിന് ഉദാഹരണമാണ് ട്യൂബ് ടെസ്റ്റ്. ഇപ്പം ട്യൂബിന്റെ എൻഡിലാണ് ഓവറി ഇരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ എഗ് റിലീസ് ആവുന്നത്. നമ്മൾ ഡയറക്റ്റ് യൂട്രസിലോട്ടാണ് ഈ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സ്പേം വന്നിട്ട് ഇജാക്കുലേറ്റ് ആവുന്നത്. ഇത് രണ്ടും, ഈ എഗ്ഗും സ്പേമും കൂടെ നമ്മുടെ ട്യൂബിലാണ് മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് മീറ്റ് ചെയ്യണമെങ്കിൽ ട്യൂബ് ഓക്കെ ആയിരിക്കണം. ഇപ്പം ട്യൂബിന് എന്തെങ്കിലും നമുക്ക് പ്രീവിയസ് സർജറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഈ ട്യൂബർക്കുലോസിസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടപ്പം നമുക്ക് ട്യൂബ് പേറ്റന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഓവത്തിനും ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല, ഈ എഗ്ഗിനും സ്പേമിനും മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതൊരിക്കലും നമുക്ക് അൾട്രാസൗണ്ടിൽ കാണാൻ പറ്റില്ല. ട്യൂബ് നമുക്ക് ഒരിക്കലും അൾട്രാസൗണ്ടിൽ മാത്രമല്ല നമുക്ക് ട്യൂബ് അൾട്രാസൗണ്ടിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കോ, ഈ ഹൈഡ്രോസാൽപിൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഡയലറ്റേഷൻ, ഹൈഡ്രോസാൽപിൻസ്, അങ്ങനത്തെ കണ്ടീഷനൊക്കെ മാത്രമേ നമുക്ക് അൾട്രാസൗണ്ടിൽ ട്യൂബ് കാണാൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാച്ചുറലി ഒരു 3-4 സൈക്കിൾസ് പറഞ്ഞിട്ടും കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ട്യൂബ് പേറ്റൻസി എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെയ്യുന്നതാണ് SSG എന്ന് പറഞ്ഞിട്ട്, സലൈൻ സോണോഗ്രഫി. ഇല്ല, SSG അത്ര പെയിൻഫുൾ അല്ല, പക്ഷെ നമ്മൾ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. HSG എന്ന് പറയുമ്പോൾ നമ്മൾ അനസ്തീഷ്യ ഒന്നും കൊടുക്കാതെ നമ്മളൊരു കോൺട്രാസ്റ്റ്, ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്റേ എടുക്കുന്നതാണ്
HSG അത് നല്ല അത് പെയിൻഫുൾ നല്ല ആണ്. പെയിൻഫുൾ ആണ്. നല്ല പെയിൻഫുൾ ആണ്. കോൺട്രാസ്റ്റിന്റെ പെയിൻ ആണല്ലേ? ആ. ആ ഒരു കോൺട്രാസ്റ്റിന്റെ പെയിൻ വരും, പിന്നെ എക്സ്റേ എക്സ്പോഷർ വരും. അതൊക്കെ കൊണ്ട് ഇപ്പം അധികം പേരും അങ്ങനെ HSG ചെയ്യാറില്ല. എൻകറേജ് ചെയ്യാറില്ല. നമ്മൾ പകരം SSG ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സലൈൻ സോണോഗ്രഫി എന്നാണ്. ഓക്കെ. എന്ന് പറയുമ്പം നമ്മൾ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ സാധാ സലൈൻ ഇല്ലേ, സലൈൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ സ്കാൻ മെഷീൻ വെച്ച് നോക്കുകയാണ്. 2 ട്യൂബിന്റെയും എൻഡിൽ നിന്ന് സ്പില്ലുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് SSG എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നാച്ചുറലി ട്രൈ ചെയ്തു, കൺസീവ് ചെയ്യുന്നില്ല അപ്പൊ ഈ എന്നൊക്കെ. സലൈൻ എന്ന് വെച്ചാല് ബോഡിയില് ഇല്ല പ്രശ്നമൊന്നും ഇല്ല, ഈ ഉണ്ടാക്കത്തില്ല? ഡൈനോടൊക്കെ ആൾക്കാർക്ക് അലർജി ഒക്കെ വരില്ലേ, പക്ഷെ അതെ. ഇതിനോട് അങ്ങനെ ആർക്കും അലർജി അങ്ങനെയൊന്നും അങ്ങനത്തെ ഇല്ല. പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അതിന് ആ ഒരു പെയിൻ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം നമ്മള് പക്ഷെ ഇത് ആദ്യമേ ഒരിക്കലും പറയില്ല. പേഷ്യന്റ് ഇപ്പൊ ഫസ്റ്റ് വരുവാണ് അപ്പൊ തന്നെ നമ്മൾ ഇല്ല നമുക്ക് ട്യൂബ് ടെസ്റ്റ് ചെയ്യാം എന്ന് അങ്ങനെ നമ്മൾ പറയില്ല. പറയില്ല. നമ്മൾ ഫസ്റ്റ് ഒരു 3-4 സൈക്കിൾസ് ബാക്കി ഒക്കെ നോക്കിയിട്ട് വീണ്ടും കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്പൊ ട്യൂബ് സെക്കൻഡ് ടെസ്റ്റ്. സ്റ്റെപ്പ് ആണ്. അതൊരു സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട്. ഓക്കെ ഓൾ ഇതൊക്കെയാണ് നമ്മളൊരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന രീതിയിൽ കൊടുക്കുന്നത്. വന്ധ്യതയ്ക്ക് പ്രായം ഒരു ഘടകമാണോ? എന്ന് പറയുമ്പം സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പം ഒരു പെൺകുട്ടി ജനിക്കുമ്പം ആ ജനിക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ ലൈഫിൽ ഏറ്റവും മാക്സിമം എമൗണ്ട് ഓഫ് എഗ്സ് ഉള്ളത് ഓവറീസിൽ. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുമ്പം അതിനൊരു 1 to 2 മില്യൺ എഗ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതെല്ലാം അറസ്റ്റഡ് ഫേസിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഗ്ഗെല്ലാം അവിടെ തന്നെ ഇരിക്കുകയാണ്, അത് റിലീസ് ആവുന്നില്ല. ഇനി പ്യൂബേർട്ടി എത്തില്ലേ, നമുക്ക് പീരീഡ്സ് ഒക്കെ തുടങ്ങുന്ന ഏജ് ഇല്ലേ, നമ്മൾ മെനാർക്കി എന്ന് പറയും. അപ്പൊ ആ ഒരു പ്യൂബേർട്ടി ഏജിൽ എത്തുമ്പോഴത്തേക്ക് ആ സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത് ഒരു 3 to 4 lakhs ഓക്കെ. അത്രയും എഗ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. എല്ലാം പെരിഷായി പോയി ആ, അല്ലേ? അതെ അതെ. ഓക്കെ. എന്നിട്ട് ഒരു 3 to 4 lakhs ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിൽ തന്നെ ആ ഒരു പെൺകുട്ടി ഹോൾ ലൈഫ് ടൈമിൽ ഓവലേറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് ഒരു 300 to 400 എഗ്സ് അത്രേ മാത്രമേ ഉള്ളൂ. ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെ. അപ്പം എല്ലാ മാസവും ഇങ്ങനെ ഓരോ 1-2 എഗ്ഗ് വെച്ചിട്ട് ഈ കുട്ടി റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മളൊരു 20 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് ഉണ്ടാവുക വീണ്ടും ഒരു 1.5 to 2 lakhs അത്രയായിരിക്കും ഉണ്ടാവുക. ഒരു 30 years ഒക്കെ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാവുക 1 to 1.5 lakhs. 35 ഏജ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ബാക്കി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു 70,000 to 1 lakh. മോർ ദാൻ 40 years എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ഭയങ്കര കുറയും. അതുകൊണ്ടാണ് ഏജ് എപ്പോഴും ഒരു നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. പക്ഷേ ഇതൊരിക്കലും ഏജ് എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ അല്ല, അതൊരു ബയോളജിക്കൽ ട്രെൻഡ് ആണ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന ഏജ് ആവുമ്പോ എല്ലാം ആ പോയെന്നാണ്. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാരും പറഞ്ഞു തീർന്നു. ഇല്ല ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ബയോളജിക്കൽ ട്രെൻഡ് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അതൊരിക്കലും ഒരു ഡെഡ് ലൈൻ അല്ല. ഇപ്പൊ നമ്മൾ പേഷ്യൻസിനെ കാണുമ്പം നമ്മൾ ചിലപ്പം 20 വയസ്സൊക്കെയുള്ള സ്ത്രീകൾ കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്ന കാണും. പക്ഷെ എന്നാൽ ആ സമയത്ത് 30-35 വയസ്സുള്ളവർ ചിലപ്പോൾ നമ്മൾ ബേസിക് ഒരു ട്രീറ്റ്മെന്റിൽ തന്നെ വേഗം കൺസീവ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഏജ് എന്ന് പറയുമ്പം സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മുടെ ഒരു റിസർവ് കുറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊരു ഡെഡ് ലൈൻ അല്ല, കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്നൊരു അങ്ങനെ ഹോപ്പില്ല എന്നല്ല. അതെ, ആണുങ്ങൾക്ക് പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഓൾമോസ്റ്റ് അപ് ടു അവരുടെ ഒരു 60-65 years വരെ പോലും അവരുടെ ഒരു സ്പേം കൗണ്ടും കാര്യങ്ങളും ഒക്കെ നോർമൽ ആയിട്ട് വയബിൾ ആണ്. സ്ത്രീകൾക്ക് ഏജ് ഒരു ഫാക്ടർ ആണെന്നാണ്. ഫാക്ടർ ആണ്, പക്ഷെ ഒരു ഡെഡ് ലൈൻ അല്ല. അല്ല. ഈ ഒരു റിസർവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഏജ് ഇസ് നോട്ട് എ ഡെഡ് ലൈൻ. അതായത് ഇപ്പം 20 ഉള്ള ഒരാൾക്കും 40 ഉള്ള ആളുടെ റിസർവ് വരാം. പക്ഷെ 40 ഉള്ള ആൾക്കും 20 പോലെ കൺസീവ് ആവാനും പ്രശ്നമില്ല. റിസർവ് വരും എന്ന് പറയാൻ പറ്റില്ല. റിസർവ് കുറഞ്ഞു വന്നില്ലേ. ഇപ്പൊ 20 വയസ്സിൽ നമുക്ക് ഉള്ള റിസർവ് ആയിരിക്കില്ല 40 വയസ്സിലുള്ളത്. പക്ഷെ ഈ ബാക്കി ഫാക്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. ഏജ് മാത്രം നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യമായി പോയി.